ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗ്രീൻ എർത്ത് എന്നതിൻ്റെ 2ാം ഭാഗമാണ്. 1ാം ഭാഗം കാണാത്ത കുട്ടികൾ നിർബന്ധമായും 1ാം ഭാഗം കണ്ടതിന് ശേഷം 2ാം ഭാഗം കാണുക. ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്: ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് നമ്മൾ ഫസ്റ്റ് ഭാഗത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഹെർബ്സ്: they are very small plants, their stem is very soft, have short lifespan. Examples: spinach, mint, coriander, aloe vera. ഇങ്ങനെയുള്ള ഔഷധ ചെടികൾക്കാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾസിൽ നോക്കൂ അല്ലേ, സ്പിനാച്ചിനും കൊറിയാണ്ടർ, മിൻറ്റ് ഇതിനൊക്കെ എന്താണ് സ്മോൾ ലീവ്സ് ആണ്, അതേപോലെ തന്നെയാണ് എന്താണ് സോഫ്റ്റ് സ്റ്റെമ്മാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആയുസ് കുറവായിരിക്കും അല്ലേ, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ഇത് സ്മോൾ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയുള്ള സ്മോൾ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. ഷ്രബ്സ്: they are medium sized plants, taller than herbs and smaller than trees. They have hard stem with thin woody branches. Examples: rose plant, hibiscus plant, ജാസ്മിൻ പ്ലാന്റ്. എന്താണ്, ഹെർബ്സിനേക്കാളും വലുതല്ലേ, പ്ലാന്റ്സിനേക്കാളും ചെറുതുമാണ്. ഈ വീഡിയോയിൽ ഞാൻ ഷോർട്ട് നോട്ട്സും അതിൻ്റെ എക്സാമ്പിൾസുമാണ് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുള്ളവർ ഇതിൻ്റെ 1ാം ഭാഗം കാണേണ്ടതാണ്. ട്രീസ്: very big sized plants, very hard stem, long lifespan. Examples: banyan tree, mango tree, coconut tree, jackfruit tree. ട്രീസ് മരങ്ങളല്ലേ, അവയ്ക്ക് എന്താണ് ഹാർഡ് സ്റ്റെമ്മാണ്, നല്ല ഉറപ്പുള്ള സ്റ്റെമ്മാണ്, ലോങ് ലൈഫ് സ്പാൻ ആണ്. ബിഗ് സൈസ്ഡ് പ്ലാന്റ്സ് ആണല്ലേ, വലിയ പ്ലാന്റ്സ് ആണല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു, ഹെർബ്സ്, ദെൻ ഷ്രബ്സ്, ദെൻ ട്രീസ്. ഏറ്റവും ചെറിയ പ്ലാന്റ്സിനെ നമ്മൾ ഹെർബ്സ് എന്ന് പറയും, ഏറ്റവും വലിയ പ്ലാന്റ്സിനെ ട്രീസ് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ്. ക്ലൈംബേഴ്സ്: they have weak stem, cannot stand up alone, they need support to grow, fast growth. Examples: grapes, passion fruit, money plant, jasmine plant. എന്താണ് ക്ലൈംബേഴ്സ്? എക്സാമ്പിൾസ് നോക്കൂ. ഇവയെല്ലാം എന്താണ്, വള്ളിച്ചെടികളാണല്ലേ, വൈൻ പ്ലാന്റ്സ് ആണ്. ദേ ഹാവ് വീക്ക് സ്റ്റെം, അവർക്ക് എന്താണ് വീക്കായിട്ടുള്ള സ്റ്റെമ്മാണല്ലേ. ഹാർഡ് സ്റ്റെമ്മാണോ? അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള വീക്കായിട്ടുള്ള സ്റ്റെമ്മാണ്. അതുകൊണ്ടാണ് അവ പടർന്ന് പിടിച്ച് മുകളിലേക്ക് കയറുന്നത് അല്ലേ. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല അല്ലേ. അവ ഒരു സ്റ്റെമ്മിൻ്റെ, ഒരു കമ്പിൻ്റെ സഹായത്തോടെയല്ലേ പടർന്ന് പിടിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് വളരാൻ കഴിയില്ല. ദേ നീഡ് സപ്പോർട്ട് ടു ഗ്രോ, അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് വേണം അല്ലേ. ആ സപ്പോർട്ടുമ്മ പിടിച്ചിട്ടാണ് അവ വളരുന്നത്. അവയ്ക്ക് എന്താണ് ഫാസ്റ്റ് ഗ്രോത്ത് ആണ്, അവ പെട്ടെന്ന് വളരും അല്ലേ. സീഡ്സ് പ്ലാന്റ് ചെയ്താൽ അവ പെട്ടെന്ന് വളർന്ന് വലുതാകും. പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗ്രേപ്സ് ഒക്കെ എന്താണ് വള്ളിച്ചെടികളാണ്, കമ്പുമ്മലൂടെ പടർന്ന് ഉണ്ടാകുന്ന ചെടികളാണ്, ക്ലൈംബ് ചെയ്യുന്നവയാണ്, ക്ലൈംബേഴ്സ് ആണ്. ക്രീപ്പേഴ്സ്: they creep or grow along the grounds, they have weak stem, they cannot stand upright. Examples: watermelon, pumpkin. എന്താണ് ക്രീപ്പേഴ്സ്? ഇവയും എന്താണ് വള്ളിച്ചെടികളാണ് അല്ലേ. ദേ ക്രീപ്പ് ഓർ ഗ്രോ എലോങ് ദി ഗ്രൗണ്ട്സ്, അവ എന്താണ് ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ചെടികളാണല്ലേ, മണ്ണിൽ പടർന്ന് പിടിച്ച് വള്ളിച്ചെടികൾ പോലെ ഉണ്ടാവുന്നതാണ്. ക്ലൈംബേഴ്സ് എങ്ങനെയായിരുന്നു, ക്ലൈംബ് ചെയ്യൂലേ, മുകളിലേക്ക് മേലോട്ട് അപ്രൈറ്റിലായിട്ട് മുകളിലേക്ക് പടർന്ന് പിടിച്ചുണ്ടാവുന്ന ചെടികളായിരുന്നു ക്ലൈംബേഴ്സ്. ഇവ എന്താണ് ഗ്രൗണ്ടിലാണല്ലേ, നിലത്താണ് പടർന്ന് പിടിച്ചെടുക്കുന്നത്. ഈ എക്സാമ്പിൾസ് നോക്കൂലേ, പംകിന് കണ്ടോ, നിലത്ത് ഗ്രൗണ്ടിലൂടെ പടർന്നിട്ടാണ് ഇവ ഉണ്ടാകുന്നത് അല്ലേ. ദേ ഹാവ് വീക്ക് സ്റ്റെം, ഇവയ്ക്കും എന്താണ് വീക്കായിട്ടുള്ള സ്റ്റെമ്മാണുള്ളത്. ദേ കനോട്ട് സ്റ്റാൻഡ് അപ്രൈറ്റ്, ക്ലൈംബേഴ്സിനെ പോലെ ക്ലൈംബേഴ്സ് എന്താണ് അപ്രൈറ്റായിട്ട് മുകളിലേക്ക്
പറ്റി പിടിച്ചൊരു സ്റ്റെമ്മിൻ്റെ സഹായത്തോടെയാണ് വളരുന്നത്. പക്ഷേ ഇവയ്ക്ക് മുകളിലേക്ക് വളരാൻ കഴിയില്ല. അവ ഗ്രൗണ്ടിൽ പടർന്നു പിടിച്ചിട്ടാണ് ഉണ്ടാകാറ്. ഇവക്കെന്താണ് വലിയ ഫ്രൂട്ട്സ് ആണുള്ളത് അല്ലേ. ഇവക്കപ്പം മുകളിലേക്ക് വളരാൻ കഴിയില്ല. ഇവ ഗ്രൗണ്ടിൽ പടർന്ന് പിടിച്ചിട്ടാണ് ഉണ്ടാകാറ്. വാട്ടർ പ്ലാന്റ്സ്. Plants that grow in water are water plants. Their stem and roots are always under water. Soft stem. Example, lotus, water lily, water hyacinth. വാട്ടർ പ്ലാന്റ്സ്. എന്താണ് വാട്ടർ പ്ലാന്റ്സ്? വെള്ളത്തിലുണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് വാട്ടർ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. വെള്ളത്തിൽ വളരുന്ന ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദർ സ്റ്റെം ആൻഡ് റൂട്ട്സ് ആർ ആൾവേസ് അണ്ടർ വാട്ടർ. അതിൻ്റെ സ്റ്റെമ്മും റൂട്ട്സും വെള്ളത്തിൻ്റെ അടിയിലാണ് അല്ലേ. ഈ പിക്ചറിൽ നോക്കൂ, വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് അവയുടെ സ്റ്റെമ്മും റൂട്ട്സും എപ്പോഴും ഉണ്ടാവുക. എന്താണ്? സോഫ്റ്റ് സ്റ്റെമ്മാണ്. വളരെ നേർത്ത ഹാർഡ് സ്റ്റെമ്മല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് ഇവയ്ക്കുള്ളത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ലോട്ടസ്, വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത്. ഇവയൊക്കെ എന്താണ്? വെള്ളത്തിൽ വളരുന്ന ചെടികളാണല്ലേ. ഇങ്ങനെ വെള്ളത്തിൽ വളരുന്ന ചെടികൾക്കാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് പഠിച്ചു അല്ലേ. ഏതൊക്കെ ടൈപ്പാണ് പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ വിഭാഗങ്ങളിലെ എത്ര ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്? ഫസ്റ്റ് ടൈപ്പ് ഹെർബ്സ്, ദെൻ ഷ്രബ്സ്, ദെൻ ട്രീസ്, ദെൻ ക്ലൈംബേഴ്സ്, ദെൻ ക്രീപ്പേഴ്സ്, ദെൻ ആൾസോ വാട്ടർ പ്ലാന്റ്സ്. ഹെർബ്സ് എന്ന് പറയുന്നത് ഔഷധ ചെടികൾ. അവയെന്താണ്? വളരെ സ്മോൾ ആണല്ലേ. ഷ്രബ്സ്, ദെൻ ട്രീസ്. ട്രീസ് എന്താണ്? വളരെ ബിഗ് സൈസിലുള്ള പ്ലാന്റ്സ് ആണല്ലേ. ഹാർഡ് സ്റ്റെമ്മുള്ള ലോങ് ലൈഫ് സ്പാനുള്ള ട്രീസ് ചെടികളാണല്ലേ. പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ് അല്ലേ. ദെൻ ക്ലൈംബേഴ്സ് എന്താണ്? പടർന്നു പിടിച്ച് ക്ലൈംബ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ക്ലൈംബേഴ്സ്. ദെൻ ക്രീപ്പേഴ്സ് എന്താണ്? ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും വള്ളിച്ചെടികളാണല്ലേ. ക്ലൈംബേഴ്സ് പടർന്ന് ക്ലൈംബ് ചെയ്യുന്നവയാണ്. ക്രീപ്പേഴ്സ് എന്താണ്? ഗ്രൗണ്ടിലെ അലോങ് ദി ഗ്രൗണ്ടിൽ പടർന്നു പിടിക്കുന്ന വള്ളിച്ചെടികളാണ് ക്രീപ്പേഴ്സ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം.